ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യം. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കുവാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരും സുഖപ്പെടുത്തിയിരുന്നു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കുവാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരും സുഖപ്പെടുത്തിയിരുന്നു. ഇതൊരു വചനമാണിത്. അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം കാത്തിരുന്ന ജനം, കർത്താവിനെ ഒന്ന് തൊടണമെന്നുള്ളത് ഒരു തീപ്പൊരി ആഗ്രഹമായി ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്നൊരു ജനം. ഭവനത്തിൽ നിന്നും അവരിറങ്ങിയത് കർത്താവിനെ ഒന്ന് തൊടാനാണ്. കർത്താവിനെ തൊട്ടാൽ ജീവിതത്തിൽ വെട്ടം വീഴുമെന്ന് ഈ മനുഷ്യരെപ്പോഴോ ഇതിനകം തിരിച്ചറിഞ്ഞിരുന്നു എന്നതാണ്. അവൻ്റെ നിഴൽവട്ടമെങ്കിലും ജീവിതത്തിൽ വീണാൽ ജീവിതത്തിൻ്റെ ഗതി മാറുമെന്നത് ഈ മനുഷ്യർ ഏതോ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ ദീർഘമായ ഒരു ത്യാഗമെടുത്ത് കാത്തിരിക്കാൻ അവർ തയ്യാറായത്. അവനൊരിക്കൽ വരും, അപ്പോഴവനെ തൊടാൻ പറ്റും. തൊട്ടാൽ ഞങ്ങളുടെ ജീവിതം മറിയും. അവൻ്റെ ഒരു സ്പർശനം ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് പ്രിയ ദൈവപൈതലെ നീ എന്ന മനസ്സിലാക്കുന്നത്. അവൻ്റെ ഒരു സ്പർശനം, ഒരു വാക്ക് എൻ്റെ ജീവിതത്തെ തലകീഴ് മറിക്കുമെന്നത് വിശ്വസിക്കണം. അതിനുവേണ്ടി കാത്തിരിക്കാൻ തയ്യാറായ ജനക്കൂട്ടത്തെ പോലെ നീയും ഹൃദയത്തിൽ ഈ ഒരു ആഗ്രഹവുമായി കാത്തിരിക്കാമോ? നിനക്ക് തൊടാൻ പാകത്തിന്, നിൻ്റെ ജീവിതത്തിൽ കൃപയൊഴുക്കാൻ പാകത്തിന് അവൻ നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. നിന്നെ സ്പർശിക്കാൻ തക്കവണ്ണം അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പെങ്കിലും നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും. അന്ന് കരം നീട്ടി അവനെ തൊട്ടാൽ നിൻ്റെ ജീവിതത്തിൻ്റെ തലവര മാറുമെന്ന് വചനം വാക്ക് തരികയാണ്. വിശ്വസിക്കും മകനെ. ക്രിസ്തുവിനെ തൊട്ടാൽ, ക്രിസ്തു തൊട്ടാൽ ജീവിതം മറിയും. ഹൃദയം കൊണ്ട് കയ്യൊപ്പിട്ട് പറയുകയാണ്, വിശ്വസിക്ക്. അവൻ തൊട്ടാൽ, നീ അവനെ തൊട്ടാൽ ജീവിതം മറിയും. ഈ സ്പർശനത്തിൽ അത്ഭുതത്തിൻ്റെ വിടുതൽ നിനക്കായി കാത്തിരിക്കുന്നുണ്ട്. ആമേൻ.